It's not fine. Okay, praise God. Before Jesus ascended to heaven, യേശു കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യും മുമ്പേ he gave to us what we call the Great Commission. Mark 16:15 as an example. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-16 വാക്യങ്ങൾ നാം കാണുന്നത് പോലെ മഹാനിയോഗം യേശു തന്റെ സഭയ്ക്ക് നമുക്ക് നൽകി. I don't like to call it the Great Commission. I call it the Supreme Commission. അത് മഹാനിയോഗമെന്നല്ല, ഏറ്റവും ഏറ്റവും ഔന്നത്യമുള്ള മഹത്തായ നിയോഗമെന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. It sums up everything Jesus came to do and once done. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് എന്ത് ചെയ്യുവാൻ ആഗ്രഹിച്ചോ, എന്തെല്ലാം ചെയ്തോ, അതിന്റെ മുഴുവൻ ആകത്തുകയാണ് ആ മഹാനിയോഗം. He said, go into all the world and preach the gospel to every person. ഭൂലോകമൊന്നും പോയി സകല സൃഷ്ടിയോടും നിങ്ങൾ സുവിശേഷം അറിയിക്കണം എന്നാണ് യേശു കൽപ്പിച്ചത്. ആമേൻ. This is the interest of God. ദൈവത്തെ പ്രിയപ്പെടുക. This leads him to the cross. അതിനെയാണ് യേശു ക്രൂശിൽ യാഗമായത്. I have kept my own team again and again and again. വീണ്ടും വീണ്ടും ആവർത്തിച്ച് എന്റെ ടീം അംഗങ്ങളോട് ഞാൻ പറയാറുണ്ട്, if we are interested in what God is interested, then God is interested in us. ദൈവം എന്താഗ്രഹിക്കുന്നോ, ദൈവം എന്താണ് ഏറ്റവും പ്രിയപ്പെടുന്നത്, അത് നമുക്ക് ഏറ്റവും പ്രിയ വിഷയമാകുന്നുവെങ്കിൽ നമ്മിൽ ദൈവവും ഏറ്റവും പ്രിയപ്പെടും. Amen. I repeat this because it is important. വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഒരിക്കലൂടെ ഞാൻ അത് ആവർത്തിക്കട്ടെ. If we are interested in what God is interested, then God is interested in us. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതെന്തോ അത് നമുക്ക് പ്രിയപ്പെട്ടതായി മാറുമെങ്കിൽ നാം ദൈവത്താൽ പ്രിയരായി തീരും. Amen. ആമേൻ. And this should be the direction of our lives. Lord, what is important to you? That shall be important to me. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അടിത്തറ ജീവിത ചിന്ത. ദൈവത്തിന് പ്രിയപ്പെട്ടതെന്തോ, ഇഷ്ടമായതെന്തോ അത് നാം പ്രിയപ്പെട്ടതായി മാറ്റുക. Let me quickly jump to John chapter 4, the story of the woman at the well. ശമരിയ സ്ത്രീയുടെ And listen carefully. കിണറിനരികെ യേശുവുമായി സന്ധിച്ച യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ ആ സഹോദരിയുടെ ചരിത്രത്തിലേക്ക് വേഗത്തിൽ ഞാൻ കടന്നു വരട്ടെ. Jesus said to that woman, go and call your husband. നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക, യേശു അവളോട് പറഞ്ഞു. Off she went. അവൾ വന്നു, അവൾ പോയി. And over fulfilled her quota. അവളുടെ മുഴുവൻ നിയോഗവും അവൾ ചെയ്തു തീർത്തു. Whether her husband or her partner was among the people that came or not, the Bible doesn't say. അവളുടെ കൂടെ സഹകരിച്ചിരുന്ന പുരുഷന്മാര് ആരൊക്കെയെന്നോ, ആരുണ്ടായിരുന്നോ, ആരൊക്കെ കടന്നു വന്നോ, അതൊന്നും വേദപുസ്തകം പറയുന്നില്ല. But she brought everybody else's husband. എന്നാൽ അവളുടെ ഭർത്താവിനെ കൂടാതെ മറ്റ് ആ പട്ടണത്തിലെ സകലരെയും അവൾ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. And when Jesus saw all these men of Sychar approach him, ആ നഗരത്തിലെ ജനങ്ങൾ മുഴുവനും യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടുകൊണ്ട്, clad as it was customary in those days in their white garments, ആ കാലഘട്ടത്തിലെ അവിടുത്തെ ശമരിയ പട്ടണത്തിന്റെ രീതി അനുസരിച്ച് റബിമാരുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും മനോഹരമായ വെള്ളവസ്ത്രങ്ങൾ ധരിച്ചവർ വരാറുണ്ടായിരുന്നു. Jesus said to his disciples, lift up your eyes because the harvest is white. യേശു പറഞ്ഞു, നിവർന്ന് തലകളെ പൊക്കി നോക്കുക, കൊയ്ത്തിനു വേണ്ടി നിലങ്ങൾ വിളഞ്ഞിരിക്കുന്നു. And suddenly I saw something I had never seen before. It's absolutely profound, and I pray that you may never forget it. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അസാധാരണമായ ഒരു ദൈവിക വെളിപ്പാട്, നാം ഒരിക്കലും മറക്കരുതാത്ത അസാധാരണമായ ഒരു ദൈവിക വെളിപ്പാട് എനിക്ക് ലഭിച്ചു. Jesus saves sinners
to save sinners. യേശു പാപികളെ രക്ഷിക്കുന്നത് രക്ഷിക്കപ്പെട്ടവർ പാപികളെ രക്ഷയിലേക്ക് നടത്താൻ വേണ്ടിയാണ്. Hallelujah. ഹല്ലേലൂയ. That woman was a real sinner. ആ സ്ത്രീ പട്ടണത്തിലേക്കും പാപിനിയായവൾ. Jesus saved that sinner, and that sinner brought all Sychar to the feet of Jesus. ആ പാപിനിയായ സ്ത്രീ യേശുവിനാൽ പിടിക്കപ്പെട്ട് രക്ഷ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ ആ പട്ടണത്തിലുള്ളവരെ മുഴുവൻ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. Jesus let's say it together. Jesus saves sinners to save sinners. നമുക്ക് ഒരുമിച്ച് പറയാം. യേശു പാപികളെ രക്ഷിക്കുന്നു, പാപികളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ. May the Lord help me to overfulfill my quota. എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി പൂർത്തിയാക്കാൻ ദൈവം ഇടയാക്കട്ടെ. May the Lord help you to overfulfill your quota. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയും നിയോഗവും പൂർത്തിയാക്കുവാൻ ദൈവം നിങ്ങളെ ഏറെ സഹായിക്കട്ടെ. India is white and ripe unto harvest in the name of Jesus. ഇന്ന് പകൽക്കാലം ഞാൻ പ്രഖ്യാപിക്കട്ടെ, യേശുവിന് വേണ്ടി ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി ഭാരതരാജ്യം വിളഞ്ഞു കിടക്കുകയാണ്. കൊയ്ത്തിന്റെ ദിനങ്ങൾ ആഗതമായിരിക്കുകയാണ്. It's not in 4 months' time. It's now, Jesus said. It's now. യേശു പറഞ്ഞു, കൊയ്ത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. അത് 4 മാസം കഴിഞ്ഞല്ല, ഇപ്പോൾ തന്നെ നിലങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. That woman knew no theology. അവൾ വേദശാസ്ത്രം അറിയാവുന്ന ബൈബിൾ സ്കൂൾ ഗ്രാജുവേറ്റ് അല്ല. She had no degree in theology. വേദശാസ്ത്രത്തിൽ അവൾക്ക് ബിരുദമില്ലായിരുന്നു. She just had met Jesus an hour before. യേശുവിനെ അന്നാദ്യമായി അവൾ സന്ധിച്ചവളാണ്. And her message was only one. Her message was only one. അവൾക്ക് ഒരൊറ്റ ദൂത് മാത്രമേ, ഒരു പ്രസംഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. She said, come. വരിക, Come and see a man who told me the whole truth. സകല സത്യവും പറയുന്ന ഒരുവനെ ഞാൻ കണ്ടെത്തി, വന്നു കാണുക. Come to Jesus. I have met Jesus. You need to meet him. ഞാൻ യേശുവിനെ കണ്ടെത്തി, നിനക്ക് യേശുവിനെ വേണം. യേശുവിന്റെ അടുക്കലേക്ക് വരിക. Amen. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. I somehow feel a fire burning in my heart. എന്റെ ഹൃദയത്തിൽ ഒരു തീ ആളിപ്പടരുകയാണ്. This fire conference here, ഇന്ന് പകൽ ഇവിടെ നടക്കുന്ന ഈ ദിവസങ്ങളിൽ ഈ ഫയർ കോൺഫറൻസ് one day will be looked upon as a major event for the salvation of the whole of India. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി, ഭാരത മഹാരാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ദൈവം ഒരുക്കിയതിലേക്കും ഏറ്റവും മഹത്തായ ദിവസങ്ങളായിട്ട് ദൈവം ഇതിനെ രൂപാന്തരപ്പെടുത്താൻ പോകുകയാണ്. Amen. ആമേൻ. And I come to preach the gospel in India on condition that you go and preach the gospel in Germany. ഞാൻ ഇന്ത്യയിൽ സുവിശേഷവുമായി വന്നത് ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ യേശുവിനെ ഈ രാജ്യത്തിന് കൊടുക്കണം. Hallelujah. ഹല്ലേലൂയ. This is how God does it. അങ്ങനെയാണ് ദൈവം അത് പ്രവർത്തിക്കുന്നത്. Amen. ആമേൻ. I want to continue where I left off yesterday morning. ഇന്നലെ രാവിലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. I tell you something fantastic is about to happen here. ഇന്ന് പകൽ സംഭവിക്കാൻ പോകുന്ന അതിശയകരമായ ഒരു കാര്യം പറയാൻ പോകുകയാണ്. Something fantastic, something fantastic. വളരെ അതിശയകരമായത്, എന്തോ അത്ഭുതകരമായത് സംഭവിക്കുന്നു. Pentecost is the norm of Christianity, I already said. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ മുഖമുദ്ര. And when the Holy Spirit falls, that is when everybody gets going. ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യരുടെ മേൽ, വ്യക്തികളുടെ മേൽ ഇറങ്ങി വരുമ്പോൾ അവർ സുവിശേഷവുമായിട്ട് പോകുവാൻ തുടങ്ങും. Hallelujah. ഹല്ലേലൂയ. I was just a boy of 11 years of age when Jesus filled me with the Holy Spirit.
11 വയസ്സ് പ്രായമുള്ള ഒരു ബാലകനായിരുന്നപ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിറയപ്പെട്ടത്. I'm now 68 years of age, but I'll tell you, I still have the same flame I got when I was 11. ആമേൻ. ഇപ്പോൾ എനിക്ക് 68 വയസ്സുണ്ട്. ഒരു 11 വയസ്സുള്ള കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ പ്രാപിച്ച അതേ അഭിഷേകത്തിന്റെ അഗ്നി ഇപ്പോഴും എന്റെ ഉള്ളിൽ ആളി പടരുകയാണ്, പടർന്നു കത്തുകയാണ്. Hallelujah! ഹല്ലേലൂയ. This morning I want to explain to you the baptism into the Holy Spirit, okay? പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് വിശദീകരിക്കുവാനാണ് ഇന്ന് രാവിലെ ഞാൻ ആഗ്രഹിക്കുന്നത്. After me is coming Peter Vandenberg, and you will be greatly blessed. എനിക്ക് ശേഷമായിട്ട് പീറ്റർ കടന്നു വന്ന് ശുശ്രൂഷിക്കും. നിങ്ങൾ ഇന്ന് വാസ്തവമായി അനുഗ്രഹിക്കപ്പെടും. He is a champion preacher. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസംഗകനാണ് അദ്ദേഹം. Amen. 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 Praise God. Praise the Lord. Now listen please. ദയവായി ശ്രദ്ധിക്കുക. These are just common truths, so I'm not trying to do as if, you know, this is all brand new. It's all from the Bible. വളരെ ലളിതമായ നമുക്ക് അപരിചിതമല്ലാത്ത സത്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വളരെ പുതിയത് എന്ന് ധരിക്കുന്ന ഒന്നുമല്ല. വേദപുസ്തകത്തിലെ സത്യങ്ങളാണ് ഇവിടെ പറയുന്നത്. If you know it, you will be reminded of the same truths again. നിങ്ങൾ സത്യം അറിയുന്നുവെങ്കിൽ ആ സത്യത്തെ വീണ്ടും 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 ഓർപ്പിക്കുന്നത് ഉചിതമാണ്. My whole objective is one thing. എന്റെ മുഴുവൻ ലക്ഷ്യവും ഒന്നാണ്. To get all the wood burning for Jesus. എല്ലാ ഹൃദയങ്ങളും യേശുവിന് വേണ്ടി ഇന്ന് പകൽക്കാലം എരിഞ്ഞു കത്തണം. Amen. How many of you have come for the fire? ഇന്ന് The fire. ഒരഗ്നിക്ക് വേണ്ടി ഇറങ്ങി വന്ന, തീക്ക് വേണ്ടി ഇറങ്ങി വന്ന എത്ര പേരുണ്ട്? Fire. ദൈവത്തിന്റെ അഗ്നിക്ക് വേണ്ടി. Fire, fire, fire. ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ അഗ്നി. What is fire in your language? I'm asking you. Just fire. തീ. Huh? തീ. Thee. Have you come for thee? It sounds good. Thee. Hallelujah. Now, the baptism into the Holy Spirit and with fire is a New Testament experience. You don't find it in the Old Testament. പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഫലം എന്ന് പറയുന്നത് ആളിക്കത്തുന്ന ഒരു അഗ്നിയുടെ അനുഭവമാണ്. It is so unique to the New Testament. പഴയ നിയമത്തിൽ നമുക്കത് കാണാൻ കഴിയത്തില്ല. പുതിയ നിയമത്തിൽ മാത്രം നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പുതിയ നിയമത്തിലെ അതുല്യമായ സത്യമാണത്. That the term baptism into the Holy Spirit and with fire does not occur in the Old Testament because it was not for that period. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ള തീമുള്ള സ്നാനം പഴയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. അത് പുതിയ നിയമത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. The first time we read of the baptism into the Holy Spirit and with fire is right when the New Testament opens. Matthew chapter 3 verse 11. വേദപുസ്തകത്തിൽ ആദ്യമായി പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ള സ്നാനത്തെ കുറിച്ച് നാം വായിക്കുന്നത് പുതിയ നിയമം തുറക്കുന്ന ആദ്യ പുസ്തകമായ മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലാണ്. This new experience had to get a brand new name. ഒരു പുതിയ അനുഭവത്തിലൂടെ, തലത്തിലൂടെ ഈ പുതിയ അനുഭവം നാം പ്രാപിക്കുക. A brand new name. ഒരു പുതിയ പേരോട് കൂടെ. John the Baptist was the one who introduced this subject. യോഹന്നാൻ സ്നാപകനാണ് ഈ വിഷയം പരിചയപ്പെടുത്തിയത്. And this is what he said. അവൻ പറഞ്ഞത്, യോഹന്നാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. I read from Matthew 3:11. 3-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. He said, I indeed baptize you with water unto repentance, but he who is coming after me is mightier than I, whose sandals I'm not worthy to carry. He will baptize you with the Holy Spirit and fire. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരിപ്പ്
ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയിലും സ്നാനമേൽപ്പിക്കും. തീ. Hallelujah. ഹല്ലേലൂയ. Okay, now I want you to just visualize this a little bit. നിങ്ങളുടെ ദൃശ്യമായ നിങ്ങളുടെ മനസ്സിന്റെ തലങ്ങളിലൂടെ അതൊന്ന് ഭാവന കണ്ടാട്ട്. Here is John the Baptist യോഹന്നാൻ സ്നാപകൻ ഇവിടെ നിൽക്കുന്നു, baptizing people into water in the വെള്ളത്തിൽ river Jordan. യോർദാൻ നദിയിൽ ജനങ്ങളെ സ്നാനപ്പെടുത്തിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ നിൽക്കുന്നു. Cold water, as a matter of fact. വളരെ തണുത്ത വെള്ളത്തിലാണ് യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുന്നത്. That's why some people still think Christianity is wet and cold. അതുകൊണ്ട് തന്നെയാണ് ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു തണുപ്പൻ സാധനമാണെന്ന്. But John says this. എന്നാൽ യോഹന്നാൻ പറയുന്നത് ശ്രദ്ധിക്കുക. I baptize you into water unto repentance. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതേയുള്ളൂ. But after me somebody greater than I is coming. എന്നാൽ എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, എന്നിലും ബലവാനായവൻ. I'm not worthy to carry his sandals. അവന്റെ ചെരുപ്പ് ചുമക്കാൻ പോലും ഞാൻ മതിയായവനല്ല. But he who comes after me, he is the baptizer into the Holy Spirit and with fire. എനിക്ക് പിന്നാലെ ആര് വരുന്നോ, എനിക്ക് പിന്നാലെ വരുന്ന അവനാണ് പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കുന്നത്. Now I tell you what that implied. എന്താണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറയട്ടെ. And signified. എന്താണ് അതിന്റെ പ്രാധാന്യമെന്നും ശ്രദ്ധിക്കുക. John the Baptist introduced another Baptist, Jesus the Baptist. യോഹന്നാൻ എന്ന സ്നാപക യോഹന്നാൻ മറ്റൊരു സ്നാപകനെ പരിചയപ്പെടുത്തുകയാണ്. But there was a big difference between the two baptizers, the two Baptists, if you wish. എന്നാൽ ഈ രണ്ട് സ്നാപകരും തമ്മിൽ, ഈ സ്നാനപ്പെടുത്തുന്ന രണ്ട് വ്യക്തികളും തമ്മിൽ വളരെ രൂഢമൂലമായ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട്. One big distinction was this. ഒന്നിതാണ്, John baptized into the waters of the river Jordan. യോർദാൻ നദിയുടെ കാഴങ്ങളിലേക്കാണ് ഈ യോഹന്നാൻ സ്നാനം കൊടുത്തിരുന്നത്. But here was Jesus standing. എന്നാൽ നോക്കൂ, അതിന്റെ പിന്നാലെ യേശു നിൽക്കുന്നു. Jesus the baptizer. യേശു സ്നാപകനാണ്. Jesus did not stand in a river, does not stand in a river of water. വെള്ളമുള്ള ഒരു നദിയിലല്ല യേശു നിൽക്കുന്നത്. He is standing in a river of liquid fire. യേശു നിൽക്കുന്നത് വെള്ളത്തിലല്ല, അഗ്നിയാൽ നിറഞ്ഞ ഒരഗ്നി തടാകത്തിന്റെ ഉള്ളിലാണ് യേശു നിൽക്കുന്നത്. The fire of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ തീയിൽ യേശു നിൽക്കുന്നു. John had a cold job. Jesus has a hot job. യോഹന്നാന് ഒരു തണുപ്പൻ ജോലിയാണ്, എന്നാൽ യേശുവിനോ ഒരു ചൂടൻ ജോലിയാണ് കിട്ടിയിരിക്കുന്നത്. Tomorrow morning you are going to enter that river of fire. നാളെ പകൽക്കാലം ആത്മാവിന്റെ ഒരു നദിക്കുള്ളിലേക്ക് നാം ഒഴുകി ഇറങ്ങാൻ പോകുകയാണ്. Say amen. ആമേൻ. Now, next, I want to explain to you the meaning of the word baptism. I learned that as a Sunday school boy. ഒരു And സൺഡേ you probably too. ഒരു സൺഡേ സ്കൂൾ കുട്ടിയുടെ ആ മനോഭാവത്തോടു കൂടെ സ്നാനത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. The word baptism today is a religious word. ബാപ്റ്റിസ്മ എന്ന വാക്ക് ഇന്ന് മതപരമായ ഒരു വാക്കാണ്. The moment you say baptism, everybody thinks of the church, and that is absolutely correct. ബാപ്റ്റിസം, സ്നാനം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അതിന് സഭയുമായി ബന്ധമുണ്ട് എന്നാണ് നമ്മിൽ വരുന്നത്. But 2000 years ago, the word baptism was a common speech word. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ്
ഇതൊരു മതപരമായ വാക്കല്ലായിരുന്നു, സാധാരണ ജനങ്ങളുടെ സംസാര ഭാഷയുടെ ഭാഗമായിരുന്നു. Baptism just meant to dip under. ഏറ്റവും അടിയിലേക്ക്, ഏറ്റവും താഴ്ചയിലേക്ക് ഒരു വസ്തുവിനെ മുക്കുന്നതാണ് ആ വാക്കിന്റെ ലളിതമായ അർത്ഥം. To dip under. Baptizo, baptizing, baptism. That's where our word baptism derived from. ബാപ്റ്റോ, ബാപ്റ്റിസ്മ തുടങ്ങി വെള്ളത്തിന്റെ അടിയിലേക്ക്, ആഴത്തിലേക്ക് ഒരുവനെ മുക്കി എടുക്കുന്ന ആ പ്രത്യേക ചടങ്ങ്, ആ പ്രത്യേക കാര്യമാണ് ബാപ്റ്റിസം, സ്നാനം എന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത്. This term was especially used in the trade of dyeing fabrics. ഏതെങ്കിലും ഒരു വസ്തു പ്രത്യേകമായ നിലയിൽ ഡൈ ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിലാണ് ഈ വാക്ക് ഉപയോഗിച്ചിരുന്നത്. When the dyer took the cloth, ആ ഡൈയുടെ ഉള്ളിലേക്ക് ഒരു വസ്ത്രം മുഴുവൻ മുക്കി എടുത്ത്. യെസ്, can you still see me in spite of the cloth? ആ വസ്ത്രം മുഴുവൻ പൊക്കിയെടുക്കുന്ന കാണാൻ കഴിയുമോ? വസ്ത്രമില്ലെങ്കിലും അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ വസ്ത്രം പൊക്കിയെടുക്കുന്നത് പോലെ? And the dyer now slowly immersed the cloth into the dye. ഉയർത്തിപ്പിടിച്ച ആ വസ്ത്രത്തെ ആ നിറത്തിന് വ്യത്യാസം വരുന്ന ഡൈയുടെ ഉള്ളിലേക്ക് പതിയെ പതിയെ അത് ചെയ്യുന്ന ആ കലാകാരൻ, ആ വ്യക്തി അത് താഴേക്ക് മുക്കുന്നു. The process of dipping meant baptism. ആ വസ്തുവിനെ, ആ പദാർത്ഥത്തിന്റെ ഉള്ളിലേക്ക് മുക്കുന്നതിനെയാണ് ബാപ്റ്റിസം, സ്നാനം എന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത്. And now listen to me and look at me. ദയവായി ശ്രദ്ധിക്കണം, എന്നെ നിങ്ങൾ നോക്കുകയും വേണം. When the dyer dipped the cloth into the dye, ആ ഡൈയിലേക്ക്, ആ പദാർത്ഥത്തിന്റെ ഉള്ളിലേക്ക് ആ വസ്തുവിനെ, വസ്ത്രത്തെ മുക്കിയെടുക്കുമ്പോൾ something fantastic happened. അവിടെ ചിലത് അത്ഭുതകരമായി രൂപാന്തരം സംഭവിക്കാൻ പോകുകയാണ്. The cloth was in the dye, and when the cloth was in the dye came into the cloth. എപ്പോഴൊക്കെ ഈ വസ്ത്രം ഡൈയുടെ ഉള്ളിലാകുമോ, ഡൈ അതിന്റെ അകത്ത് ആയിത്തീരുമോ, ആ ഡൈയുടെ നിറം വസ്ത്രത്തിലേക്ക് പടർന്നു പിടിക്കുകയാണ്. And when the dyer pulled the cloth out of the dye, ആ ഡൈയുടെ ഉള്ളിൽ നിന്ന് ആ വസ്ത്രത്തെ പതിയെ പതിയെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ, surprise, surprise, ഒരത്ഭുതം അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. the cloth had totally changed. വെള്ളത്തിൽ മുക്കിയ തുണിയല്ല പുറത്തു വരുന്നത്, തികച്ചും വ്യത്യസ്തമായ രൂപാന്തരമുള്ള ഒരു വസ്ത്രമാണ് അപ്പോൾ പുറത്തേക്ക് കടന്നു വരുന്നത്. The cloth had absorbed the properties of the dye. ഡൈയുടെ അകത്തുള്ള മുഴുവൻ പദാർത്ഥങ്ങളും, മുഴുവൻ രാസപദാർത്ഥങ്ങളും ഈ വസ്ത്രം അത് മുഴുവൻ അതിലേക്ക് പകർന്നിരിക്കുകയാണ്. The cloth had accepted the nature of the dye. ആ ഡൈയുടെ, ആ പദാർത്ഥത്തിന്റെ മുഴുവൻ സ്വഭാവവും ഇപ്പോൾ ഈ വസ്ത്രം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. And now ഇപ്പോൾ the cloth looked like the dye. ഇപ്പോൾ നോക്കുമ്പോൾ ഡൈയുടെ നിറം എന്താണോ അതുപോലെ തന്നെയാണ് വസ്ത്രത്തിന്റെ നിറവും. Now the cloth smelled like the dye. ഇപ്പോൾ നിങ്ങൾ ഈ വസ്ത്രം ഒന്ന് മണത്തു നോക്കൂ, ഡൈയുടെ മണമാണ് വസ്ത്രത്തിനും കിട്ടിയിരിക്കുന്നത്. That is what baptism means. ഇതാണ് സ്നാനമെന്നതിലൂടെ അർത്ഥമായി നാം മനസ്സിലാക്കേണ്ടത്. Now, tomorrow, ഇപ്പോൾ, നാളെ, maybe even already today, ചിലപ്പോൾ ഇന്ന് പകൽക്കാലം a river of fire is going to arrive right here. നിന്റെ അടുക്കലേക്ക്, നീ ഇരിക്കുന്ന ഇടത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ അഗ്നി നദി ഒഴുകി നിന്റെ അടുക്കലേക്ക് ഇന്ന് പകൽക്കാലം എത്തുവാൻ പോകുകയാണ്.
Jesus will stand in that river of fire. ആത്മനദിയുടെ നടുവിൽ ഇന്ന് പകൽക്കാലം നിൽക്കുന്നത് മറ്റാരുമല്ല, ആത്മസ്നാപകനായ യേശു അതിന്റെ നടുവിൽ നിൽക്കുകയാണ്. He will beckon you. അവൻ നിങ്ങളെ വ്യത്യാസപ്പെടുത്തും, അവൻ നിങ്ങളെ സ്നാനപ്പെടുത്തും. And you join him in that river of fire. യേശുവിനോട് ചേർന്ന് നീ അവനോട് ഒരുമിച്ച് ഈ ആത്മനദിയിൽ സ്നാനമേൽക്കാൻ പോകുകയാണ്. He will throw his arm around your shoulder. അവൻ നിന്റെ കഴുത്തിന്റെ ശരീരത്തിന് ചുറ്റും നിന്റെ ചുമലിൽ അവന്റെ കരം വെക്കും. And then the miracle begins to happen. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് സാധാരണ കാര്യമല്ല, അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. He will dip you into that river of the fire of the Holy Spirit. ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്ക്, ആത്മനദിയുടെ ഉള്ളിലേക്ക് യേശു നിന്നെ താഴേക്ക് ഇറക്കി നിന്നെ അവിടെ മുക്കി പൊക്കുവാൻ ഇന്ന് പകൽക്കാലം യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. You in the fire and the fire in you. നിങ്ങൾ അഗ്നിയുടെ ഉള്ളിലും അഗ്നി നിങ്ങളുടെ ഉള്ളിലുമായി ആത്മാവിന്റെ അഗ്നി നിന്റെ ഉള്ളിൽ നിന്ന് ആളി പടരാൻ പോകുകയാണ്. ഹല്ലേലൂയ. And when he lifts you out of that river of the fire of the Holy Spirit, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് യേശു കർത്താവ് ആത്മനദിയുടെ ഉള്ളിൽ നിന്ന് നിന്നെ മുക്കി പൊക്കിയെടുത്ത് വേറൊരു വ്യക്തിയായി പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാണ്. surprise, surprise. അത്ഭുതം കാത്തിരിക്കുന്നു, അത്ഭുതം കാത്തിരിക്കുന്നു. You have totally changed. നീ ഇപ്പോൾ ആയിരിക്കുന്ന തലത്തിലല്ല, നീ മുഴുവനായി മാറ്റപ്പെട്ട വ്യക്തിയായി ഇന്ന് പകൽ മാറുവാൻ പോകുകയാണ്. You look like fire. നിന്നെ കാണുന്നവർ തീ കാണുന്നത് പോലെ, അഗ്നി കാണുന്നത് പോലെ കാണാൻ പോകുകയാണ്. You have accepted the heavenly nature. സ്വർഗീയ അനുഭവങ്ങളുടെ സ്വർഗീയ ആളത്വത്തിന്റെ അതേ രൂപമായിട്ട് ഇന്ന് പകൽ നീ രൂപാന്തരം പ്രാപിക്കാൻ പോകുകയാണ്. You smell like fire. നീ അഗ്നി മണക്കുന്നവനായി, തീ മണക്കുന്നവനായി മാറാൻ പോകുകയാണ്. You feel like fire. നിന്റെ ശരീരത്തിൽ അഗ്നി നീ അനുഭവപ്പെടും, തീ നിനക്ക് അനുഭവപ്പെടാൻ പോകുകയാണ്. And when you come out of that river, ആ നദിയിൽ നിന്ന് നീ പുറത്തു വരുമ്പോൾ, wherever you go, നീ എവിടെയെല്ലാം പോകുമോ, even 100 years from now, ഇപ്പോൾ നീ പോകുന്ന ഇടങ്ങളിലെല്ലാം, wherever you go, നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും you are dripping fire. നീ പോകുന്ന ഇടത്ത് നീ തീ പടർത്താൻ പോകുകയാണ്, തീ കത്തിക്കാൻ പോകുകയാണ്, ആത്മാവിനെ അഗ്നി നീ ആളി പടർത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. Hallelujah. 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 Every devil in India will respect you. ഭാരതത്തിലുള്ള സകല ദുഷ്ടപിശാചുക്കളും ഇന്ന് പകൽക്കാലം നിന്നെ കണ്ട് പേടിച്ച്, നിന്നെ കണ്ട് ഭയപ്പെട്ട് തീങ്കലവൻ പറന്നു പോകാൻ പോകുകയാണ്. You have authority over all the power of the enemy. പിശാചിന്റെ ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്തുവാൻ കഴിയുന്ന അഭിഷേകത്തിന്റെ തീ നിലവിൽ സ്വർഗം പടർത്തുന്നു. Silver and gold I don't have, but such as I have I give unto you. In the name of Jesus, rise up and walk.
വെള്ളിയും പൊന്നും എനിക്കില്ല. നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ ദൈവത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. Oh, the Holy Spirit is already falling everywhere. The Holy Spirit is falling. Fire, fire, fire! തീ 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 ദൈവത്തിന്റെ തീ പടരുന്നു. Fire! തീ Fire, 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 fire! തീ കഷണങ്ങൾ പടരുന്നു. I praise you. I praise you. I praise you. Nelalanka Rashika Navasi Aparakatayankosu. Nipelele Katarite Shemana Solo. I love you, Jesus. I love you, Jesus. I love you, Jesus. I love you, Jesus. You turn your angels into winds and your ministers into flames of fire. Flames of fire will go from here across this great nation. Hallelujah. Amen. 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 The fire is falling already. The fire is falling already. The fire is falling already. Longoloboshi borosi alala baba sekobati. Elebegaria shabala masoro lofosu. Marraba popola baka shanti alava sorro popotaya. Hallelujah. India is being saved. India will stand before the throne of God and worship the Lamb that was slain. Indians will become God's firemen and firewomen across the whole world, preaching the gospel with firepower in Jesus' name. Hallelujah. I would like to continue with my teaching, please, if possible. Rabala Magasi Koloja. The fire is falling. What more do we want? Charabaga Sanalabagatoria Nelebisi Analamo Shabalamago. Young men shall see visions. ദർശനങ്ങൾ, വെളിപ്പാടുകൾ. Sons and daughters shall prophesy. ചിലർ പ്രവചനാത്മാവിനാൽ നിറയപ്പെടുന്നു. കൃപാവരങ്ങൾ വ്യാപരിച്ചു തുടങ്ങുന്നു. Where are you, sons and daughters? വ്യത്യാസങ്ങൾ, വലിയ വ്യത്യാസങ്ങൾ. Prophesy in the name of Jesus. അക്ഷരം തുറന്ന് പ്രവചനാത്മാവിനാൽ നിറയപ്പെടുക, പ്രവചിക്കാൻ തുടങ്ങുക. Speak inspired by the Holy Spirit. അഭിഷേകത്താൽ നിറഞ്ഞ് കവിഞ്ഞ് നീ സംസാരിക്കാൻ തുടങ്ങ്. അഭിഷേകത്താൽ നിറഞ്ഞ് കവിഞ്ഞ് Preach the gospel of Jesus Christ. Hallelujah. Marabatala Mashiach Kosaya. Kilala Parobo Shabarabasi Alalabasi. The fire is falling. Your entire personality is being soaked
പരിശുദ്ധാത്മാവിന്റെ തീ കൊണ്ട് നിന്റെ ദേഹം സ്നാനപ്പെടുന്നു, നിന്റെ ദേഹം നിറയപ്പെടുന്നു, നിന്റെ ആത്മാവ് നിറയപ്പെടുന്നു. നീ സമ്പൂർണ്ണ ആഴത്വം ആത്മതീക്കകത്ത് ഇന്ന് പകൽക്കാലം മുക്കി പൊക്കിയെടുക്കുകയാണ്. You shall be soaked with the fire. സ്വർഗത്തിന്റെ ആത്മനദിക്കകത്ത് നീ മുഴുകുകയാണ്, നീ ഇറങ്ങുകയാണ്, നീ അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയാണ്. As of today, says the Lord. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. Wherever you go, you will leave behind you traces of fire. നീ എവിടെയെല്ലാം പോകുമോ ആത്മാവ് നിന്നോട് പ്രവചനാത്മാവിൽ പറയുന്നു, നിന്റെ പിന്നാലെ ഒരു തീ കടന്നു വരികയാണ്, നിന്റെ പിന്നിൽ ദഹിപ്പിക്കുന്ന ഒരു അഗ്നി കടന്നു വരികയാണ്. Your ways will be marked by traces of fire, said the Lord. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാളി പടരുന്ന അഗ്നിയുടെ വ്യക്തിയായി ഇന്ന് പകൽ സ്വർഗ്ഗം നിന്നെ നിറയ്ക്കുകയാണ്. I am with you, said the Lord. നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, യഹോവ അരുളി ചെയ്യുന്നു, to the end of time and to the end of the world. ലോകത്തിന്റെ അവസാനം വരെ, കാലത്തിന്റെ അവസാനം വരെ. Rabapashila makasa. Orabapokoshaya ravasi. Himalamadoria kosa palavata. Nikelevekasi arashayandu. Nabalabakosi antalavase. Elamarabapoti kololoshayandu. Just keep worshiping the Lord in new tongues. The Holy Spirit has fallen everywhere. Use that new language. It's from God. It's from the Holy Spirit. It's fire power. It's fire power. സ്വർഗ്ഗത്തിന്റെ തീ, സ്വർഗ്ഗത്തിലെ അഗ്നി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. It's holy fire power. അത് വിശുദ്ധ ആത്മാവിന്റെ അഗ്നിയാണ്, പവിത്രാത്മാവിന്റെ അഗ്നിയാണ്. Maraboboshila makasari. I praise you, Lord. 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 Stephen. Jesus is coming to you. Jesus is right there. He's with you right there. And the river of fire is flowing mightily, gloriously. Hallelujah. 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 God has his own timetable. God has his own timetable. In Jesus' name, in Jesus' name. Jesus' name. Receive in Jesus' name. Receive in Jesus' name. Now in Jesus' name. Oh, hallelujah. Oh, hallelujah. Oh, hallelujah. Oh, hallelujah. Oh, hallelujah. Oh, hallelujah.
Jesus is preparing somebody here to go and preach the gospel in Pakistan. That nation shall be born again, shall become born again by the Spirit of God. This mountain shall be removed, says the Lord. This mountain shall be removed. Prepare the way for the Lord. തിരിഞ്ഞു വരിക കർത്താവിലേക്ക്. Make straight in the desert a highway for our God. നിന്റെ മരുഭൂമികളെ മുഴുവൻ വിശാല സ്ഥലമാക്കി സ്വർഗം മാറ്റട്ടെ. Every mountain shall be made low. എല്ലാ മലകളും മാറട്ടെ. Every valley shall come up. എല്ലാ താഴ്വരകളും നികന്നു വരട്ടെ. The crooked shall be made straight. For one reason. ഒറ്റ കാരണം കൊണ്ട്. The glory of the Lord shall be revealed. ദൈവത്തിന്റെ മഹത്വം. ദൈവത്തിന്റെ മഹത്വം. All India shall see the glory of the Lord. ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ നീ കാണാൻ പോകുകയാണ്. All Pakistan, all China shall see the glory of the Lord. എല്ലാ രാജ്യങ്ങളും ആ മഹത്വം കാണും. All flesh shall see it together. എല്ലാ ജനവും അത് കാണാൻ പോകുകയാണ്. Because the mouth of the Lord has spoken it. കാരണം ദൈവത്തിന്റെ പർവ്വതം പുകയുന്നു. Shout a mighty amen from earth to heaven. ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഉറക്കെ ഒരു ഹല്ലേലൂയ, ഉറക്കെ ഒരു ആമേൻ. Karapapatala mashayolosiko. Yikarapapatiandalavasi. Hallelujah. You may be seated. ദയവായി ഇരുന്നാട്ട്.